ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങൾ ബ്രേക്കപ്പ് ആയവരാണോ? നിങ്ങളുടെ ആ ഒരു എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാലത്ത് നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺ ആയിരുന്ന വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ആലോചിക്കാറുണ്ടോ? എന്താണ് ആ ബ്രേക്കപ്പ് ആവാനുള്ള കാരണം? അല്ലെങ്കിൽ അവൾ എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? അവരെന്തായിരിക്കും എന്നെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നവരാണോ? കുറേ പേർക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, ചിലരത് അതോടുകൂടി വിട്ട് കളയാറുണ്ട്. അങ്ങനെ തോന്നുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു റീഡിങ് വരുന്നത്. കാരണം നിങ്ങളുടെ SP അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ആലോചിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ ലവ് ഒറക്കൽ കാർഡാണ് അതിന് വേണ്ടി എടുക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളിന്ന് സാറ്റർഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടോ? സാറ്റർഡേ നൈറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണോ? നമുക്കൊന്ന് നോക്കാവേ നിങ്ങളുടെ ആ എക്സ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. കെമിസ്ട്രി, there is a strong magnetic attraction here. ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലർത്ഥം നിങ്ങളുടെ എക്സ് നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോഴും ധാരാളമായിട്ട് ആലോചിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയതിനു ശേഷമാണ് മനസ്സിലായത് നിങ്ങളായിരുന്നു അവരുടെ യഥാർത്ഥത്തിലുള്ള കെമിസ്ട്രി, ചേരേണ്ടത് നിങ്ങളായിട്ടായിരുന്നു. പക്ഷെ അവരുടെ ചെറിയ ചില ഈഗോകൾ, എങ്ങനെ ഞാൻ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് എത്തും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിയതായി എന്ന് ഇപ്പോഴേ തൊട്ടേ സങ്കല്പിച്ചോളൂ. അവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പ്രേമിക്കുന്നവരെല്ലാം നിങ്ങളുടെ പ്രേമത്തിൽ ശുദ്ധത കാണിക്കുക, പ്യൂരിറ്റി കാണിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. ഇത്തരത്തിലുള്ള ലവ് റീഡിങ്ങിനും ഓറക്കൽ കാർഡിലും നമ്മൾ ടാരറ്റ് കാർഡിലും നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് റീഡിങ്, ലവ് റീഡിങ് എല്ലാം ചെയ്യുന്നുണ്ട്. വേണ്ടവരെല്ലാം നമ്മളുടെ വാട്സപ്പിൽ ഹായ് അയച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് റീഡിംഗ് ആണോ അത് നമ്മൾ നടത്തുന്നതാണ്. ഒരു ഫീസ് വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു.